നസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഇൻഡസ് വാലിയിൽ നിന്നുള്ള 2 പാത്രങ്ങളുടെ റിവ്യൂ ആണ് കേട്ടോ. അതായത് നല്ല അടിപൊളി 2 പാത്രങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയിട്ടുള്ള പാത്രങ്ങളാണ് കേട്ടോ. പിന്നെ ഇതാണ് കേട്ടോ ആദ്യത്തെ പാത്രം. 2 പാത്രങ്ങളും കാസ്റ്റേണ്ടാണ് കേട്ടോ. അത് ആദ്യത്തെ നല്ല സ്മൂത്ത് ഫിനിഷുള്ള കാസ്റ്റേണ്ട ഒരു കടായിയാണ്. അത്യാവശ്യം 1 kg ഒക്കെ ചിക്കൻ ഇതിൽ കറി വെക്കാൻ പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കറി മാത്രമല്ല, നമുക്ക് ഫ്രൈഡ് റൈസോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഒരു കടായിൽ വെക്കാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ തിരഞ്ഞെടുത്ത് വാങ്ങിയത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് അധികവും കാസ്റ്റേണ്ട പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ സ്റ്റീൽ പാത്രങ്ങളോ അങ്ങനത്തെ ഒക്കെ എനിക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതേപോലത്തെ കാസ്റ്റേൺ പാത്രങ്ങളാണ്. ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഇതാണ് നല്ലതെന്ന് തോന്നിയതിനെ കൊണ്ടാണ് കേട്ടോ ഇത് തന്നെ വാങ്ങുന്നത്. ഇപ്പോൾ സാധാരണ ഡിസ്കൗണ്ടിന് പുറമെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും പിന്നെ എൻ്റെ ഒരു നസീസ് വന്നിട്ടുള്ള കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 10% അതും എക്സ്ട്രായും കിട്ടും കേട്ടോ. അടുത്ത പാത്രം നമ്മൾ മീനൊക്കെ പൊരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു അതേപോലത്തെ കാസ്റ്റേണ്ട പാത്രം തന്നെയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം വെയിറ്റുള്ള പാത്രമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചൂടാവാൻ ഇത്തിരി സമയം എടുക്കും. എന്നാലും പിന്നെ നമ്മൾ ആ ചൂടാവാൻ എടുക്കുന്ന സമയം നമ്മൾ ഓഫ് ചെയ്താൽ ആ ഒരു ചൂട് അതിൽ നിലനിൽക്കുകയും ചെയ്യും. അതാണ് കാസ്റ്റേണ്ട ഒരു പ്രത്യേകത. പിന്നെ ഇത് 100% നിങ്ങൾക്കറിയാലോ ഇൻഡസ് വാലിൻ്റെ പാത്രങ്ങളുടെ പ്രത്യേകത. ഞാൻ നിങ്ങളെ എല്ലാ പ്രാവശ്യം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ഇന്ത്യയിലെ നമ്പർ 1 പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഇൻഡസ് വാലിൻ്റെത്. പിന്നെ 100% നമ്മുടെ ഹെൽത്തിന് ഉപകാരമുള്ള ഒരു പാത്രമാണ്. ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. പിന്നെ അതായത് ടോക്സിൻ ഫ്രീയും കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പ്രശ്നവും പേടിക്കാനൊന്നുമില്ല. പിന്നെ ഇത് അവർ പ്രീ സീസൺഡ് ആയിട്ട് വരുന്ന പാത്രങ്ങളായതുകൊണ്ട് നമുക്ക് ഈ പ്രത്യേകമായിട്ട് നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പം അതൊരു 3-4 വട്ടം മയക്ക് അങ്ങനത്തെ ഒക്കെ ചെയ്യാനുണ്ടല്ലോ. പക്ഷേ ഈ ഒരു പാത്രങ്ങൾ അവർ സീസൺ ചെയ്തിട്ട് വരുന്നതിനുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. 2-3 വട്ടം നമ്മുടെ ഇതേപോലെ തന്നെ സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഇതിന് നല്ലൊരു ഗ്ലാസ്സിൻ്റെ ലിഡും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ ചില പാത്രങ്ങൾക്കൊന്നും ലിഡ് വരുന്നില്ല. അപ്പോൾ ഇത് നല്ല ഗ്ലാസ്സിൻ്റെ ലിഡ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ഇത് കാണുകയും ചെയ്യാമല്ലോ. പുറത്തൊന്നും മൂടി തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ അത് തിളയ്ക്കുന്നുണ്ടോ അങ്ങനെ ഒക്കെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഈ ക്രിസ്മസിൻ്റെ ഓഫർ ഈ ഒരു ജനുവരി 1 വരെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് പർച്ചേസ് ചെയ്യുക. കാസ്റ്റേൺ കടായികളോ അല്ലെങ്കിൽ കാസ്റ്റേൺ പാത്രങ്ങളോ വാങ്ങിയാൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതൊരു നഷ്ടക്കച്ചവടം ആവില്ല കേട്ടോ. എന്തായാലും പിന്നെ എന്താ വെച്ചാൽ കുറച്ചൊരു നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം. അതൊരു ബുദ്ധിമുട്ടുണ്ട്. സാധാരണ സ്റ്റീൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണ മാതിരി അങ്ങനെ കഴുകി കമത്തി വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് ചൂടാക്കുകയല്ലേ, പുറത്ത് വെച്ചിട്ട് വെയിൽ കൊള്ളിക്കുക അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അങ്ങനെ ചെയ്ത് എണ്ണയൊക്കെ പുരട്ടി എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് വർഷങ്ങൾ നിങ്ങൾക്ക് ഒരു കേടുമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആ ഒരു കടായിൽ നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കട്ടോ. സ്പെഷ്യൽ ചിക്കൻ കറിയാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ കടായി ചൂടായിട്ട് അതിൽ വെളിച്ചെണ്ണ വെച്ചിട്ട് ഒരു 3 വെല്ലുള്ളിയാണ് ഇടത്തര വലുപ്പത്തിലുള്ള ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെല്ലുള്ളിയൊക്കെ വലുതല്ല കേട്ടോ വരുന്നത്, ചെറുതാണ് വരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലുള്ളത് അടുത്ത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷമാണ് ഇതിലേക്ക് ഒരു 2 ചെറിയ തക്കാളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. വലിയ ജീരകം ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വലിയ ജീരകം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു റെസിപ്പിയിൽ വലിയ ജീരകം ഇല്ല. പിന്നെ എന്നെപ്പോലെ വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നത് ഒരു സമാധാനക്കേടുള്ളവരുണ്ടെങ്കിൽ ഒരു ചെറിയൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ ചേർക്കുന്നത് പാകത്തിനുള്ള ഉപ്പാണ്. ഉപ്പ് ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല. ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടില്ല. വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം 2 ടീസ്പൂൺ അളവിലുള്ള മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഈ മുളക് പൊടി ഞാനതിൽ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിലുള്ള ഈ ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയാണ്, അത് ഞാൻ ഫൈനായിട്ട് പൊടിച്ചതല്ല, ഒരു തരിതരിപ്പോട് കൂടിയിട്ട് പൊടിച്ചിട്ടുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ആ കുരുമുളക് പൊടി ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഈ കറിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്ക ചിക്കൻ കറി വെക്കുകയാണെങ്കിലും അതിൽ കുരുമുളക് പൊടി ചേർക്കാറുണ്ട്. ഇനി ആ പൊടിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ആ ഒരു മസാല ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം. പിന്നെ ആ കടായിൽ നിന്ന് നമ്മൾ ഉള്ളിയൊക്കെ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയല്ലോ.
എന്നതിന് ശേഷം അത് ഒന്നുകൂടി ഒന്ന് ആ കടായി ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഒരു 500 ഗ്രാം ചിക്കൻ ഇതാ അതേപോലെ ചെറുതാക്കി മുറിച്ചതാണ്. വലിയ പീസാക്കണ്ട കേട്ടോ. ചെറിയ പീസാക്കുമ്പോഴേ ഉള്ളൂ എരിവും പുളിയൊക്കെ പെട്ടെന്ന് നമ്മളെ കറി ഈ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ അത് ആ ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് കുറഞ്ഞൊരു സമയം ആ ഒരു കടായിൽ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം. എന്നതിന് ശേഷമാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആ മിക്സിൻ്റെ ജാറ് കഴുകിയ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനിയും വേണമെങ്കിൽ സാധാരണ നമ്മൾ കെറ്റിലൊക്കെ തിളപ്പിക്കുമല്ലോ, ആ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പച്ചവെള്ളം നേരിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ മിക്സിയിൽ ജാറ് കഴുകി തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരുപാട് വെള്ളം നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഇതുവരെ വെന്ത് വന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ കാസ്റ്റേണ്ട ചട്ടിയാണെങ്കിലും അത് നല്ല ഫ്ലെയിം ആയാലും നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാലും അടി പിടിക്കാൻ നല്ല സാധ്യത ഉണ്ട്. അപ്പോൾ അത് അടി പിടിച്ചാലും അതിൻ്റെ ടേസ്റ്റൊക്കെ മാറില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നമ്മൾ പച്ചമുളക് ഇതുവരെ ചേർത്തിട്ടില്ലല്ലോ, അപ്പോൾ അതാ 4 പച്ചമുളക് ഞാനിതാ നെടുകെ കീറിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള കറിയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ആക്കാം. പക്ഷേ ഞാനിവിടെ നമ്മൾ ചപ്പാത്തിക്കോ അങ്ങനെ പൊറോട്ടക്കോ പത്തിരിക്കോ അങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചോറിന് കൂട്ടാനുള്ളതല്ല. ഇപ്പോൾ ചോറിനാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഗ്രേവി വേണ്ടിയത്. പിന്നെ ഇതാ പച്ചമുളക് നല്ല എരിവില്ലാത്തതുകൊണ്ടാണ് കേട്ടോ 4 ഇട്ടത്. പിന്നെ ഇതാ കുറച്ചുകൂടി കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇറക്കാവുന്ന സമയത്ത് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഫിഷ് ഫ്രൈ പാനിൻ്റെ ഈ വീഡിയോ ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനത് ഫിഷ് ഫ്രൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പാത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നഷ്ടം വരില്ല കേട്ടോ എന്തായാലും. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണ് അതിൻ്റെ ഒരു ഇതുണ്ടാവില്ല, നിങ്ങളൊരു അഭിപ്രായം ഉണ്ടാവില്ലേ പാത്രങ്ങളൊക്കെ ഈ കാസ്റ്റേണ്ട പാത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന്. അയൺ പാത്രങ്ങൾ മിക്കവാറും വാങ്ങാത്ത തന്നെ കേട്ടോ നല്ലത്. ഏറ്റവും നല്ലത് കാസ്റ്റേൺ തന്നെയാണ്. അത്യാവശ്യം വെയിറ്റുള്ള ടൈപ്പ് ഉണ്ടല്ലോ, അത് തന്നെയാണ് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ സൈറ്റിൽ കയറുകയാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ളത് കിട്ടും. എനിക്ക് ഏറ്റവും ഇഷ്ടം കാസ്റ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ അത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ ഇനി സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ സ്റ്റീൽ പാത്രങ്ങളും സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ. എനിക്കിഷ്ടം ഇതായതുകൊണ്ടാണ് ഞാൻ കൂടുതലും അത് തന്നെ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോയും ഈ പാത്രങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.